ഹായ് ഗേസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമനായിട്ട് ഞാനിന്നിപ്പോൾ വീട്ടിൽ തോട്ടത്തിലാണ്. തോട്ടത്തിൽ ഇന്ന് കാണുന്നത് വെള്ളമിളകുകളാണ്. ഞാനിത് കഴിഞ്ഞ പ്രാവശ്യം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എങ്കിലും കുറച്ചും കൂടി ഒന്ന് ക്ലാരിറ്റി വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ വീടിൻ്റെ നമ്മുടെ ഇത് കൃഷിസ്ഥലമാണ്. അതിൻ്റെ ഉള്ളിലും കുറച്ച് ക്യാപ്സിക്കം അതുപോലെയുള്ള വലിയ തരത്തിലുള്ള വലിയ മിളക് എന്ന് പറയില്ലേ, നമ്മൾ ഉണ്ടമിളക്, ക്യാപ്സിക്കം, അത് മേടിച്ചു നട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വീട്ടിൽ കൃഷിത്തോട്ടമാണ്. ഞാൻ പലപ്പോഴും പറയുമ്പോൾ ആളുകൾ പറയാറുണ്ട്, നീയേ വെറുതെ അവിടെ കൃഷിത്തോട്ടം ഇവിടെ കൃഷിത്തോട്ടം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു വെള്ളമിളക്. ഇപ്പോൾ ഇത് വീടിൻ്റെ മറ്റൊരു സൈഡാണ്. അവിടെ നമ്മൾ ക്യാപ്സിക്കം നട്ടുണ്ട്, അത് പൂത്തു. ഈ ക്യാപ്സിക്കം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കണം, കുറച്ചുകൂടി നന്നാവാൻ തോന്നും. ഇത് ക്യാപ്സിക്കത്തിൻ്റെ ഒരു തൈയാണ്. അത് ഏകദേശം ഇങ്ങനെ പൂത്തു, അത് കായായിട്ട് വരുന്നുണ്ട്. നമ്മുടെ അവിടെ ഉണ്ടാവുന്നത് തന്നെയാണ് ഇതൊക്കെ. എന്തായാലും അത് ഉണ്ടായതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ ഒന്നുകൂടി ഒന്ന് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. ഇതിപ്പോൾ തക്കാളി ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ മണ്ണുത്തിയിൽ പോയപ്പോൾ ഹൈബ്രിഡ് എന്നൊക്കെ പറയണ പോലത്തെ ഒരു തക്കാളിയാണ്. ഇതിൻ്റെ ഗുണനിലവാരമാണ് ശരിക്കും നമ്മൾ അതിൻ്റെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നതെന്ന് പറയില്ലേ. ഇതൊരു സൈഡാണ്. ഇവിടെ ഇപ്പോൾ ക്യാബേജിൻ്റെ കുറച്ച് കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ കുറച്ചൊരു കാനലൊക്കെ വേണം നടണമെന്നുണ്ടെങ്കിൽ. ഇത് ക്യാബേജിൻ്റെ തൈകളാണ്. ഇപ്പോൾ കാണുമ്പോൾ വളരെ ചെറുതാണത്. ഇത് വേണം നമ്മളെ കൈകളിലെത്തുമ്പോൾ വലിയ ഒരു ഫുട്ബോൾ പോലത്തെ ഒരു ക്യാബേജൊക്കെ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തോരം വർക്കുണ്ടാവില്ല. എന്നെ ശരിക്കും അതിശയിപ്പിച്ചിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ചെറിയ ഇത് വളർന്നിട്ടാണ് ഈ ഇലകളാണ് ശരിക്കും ക്യാബേജ്. ഞാൻ കർണാടക ചെന്ന് കണ്ടപ്പോൾ ഇലകളാണ് ശരിക്ക് ഒരു ഗോളം പോലെ ആവുകയും ഇലകളിങ്ങനെ മാറി മാറി വരുമ്പോഴാണ് ഈ ഇലകളാണ് ശരിക്ക് ഈ ക്യാബേജായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നത്. ഇതിപ്പോൾ വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ അത് ഇങ്ങനെ മുളച്ച് ചെറിയ ചെറിയ വലിയ മിളകളാണ്. നമ്മൾ നാട്ടിൽ നിന്നൊക്കെ മേടിക്കുന്ന മിളകൾ. ഇതൊക്കെ ശരിക്ക് വലിയ വിളവ് തരുന്ന ഒരു ഐറ്റം കൂടിയാണ്. ഇതിപ്പോൾ നമ്മുടെ ഇതിൻ്റെ പേര് ഞാൻ മറന്നു. ഇതെന്താണെങ്കിലേ നമ്മളിപ്പോൾ വീട്ടിലിപ്പോൾ ഒരു വെറുതെ ഇരിക്കുകയാണെങ്കിലേ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് നെയ്മിളകാണ്. നെയ്മിളകിൻ്റെ തൈകളാണ്. വെറും 2 രൂപയുള്ളൂ. 2 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലത്തെ തൈകൾ കിട്ടും. ഒരു എണ്ണത്തിന് ശരിക്ക് ചെറിയൊരു വലിയ വളമൊന്നും വേണ്ട, വല്ല ചാണകമോ വലുതൊക്കെ ലൈറ്റായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു സംഭവമായിട്ട് വരുന്ന ഇതാണ്. നമ്മളതിന് വേണ്ടി മെനക്കെടണം. ചിലർ നമ്മളിപ്പോൾ എൻ്റെ അപ്പന് ഞാൻ പറയാറുണ്ട്, എൻ്റെ അപ്പന് മണ്ണ് പണിയൊക്കെ ആയിരുന്നു. അപ്പോൾ ആള് സ്ഥിരം മണ്ണിൽ കിടന്ന് പണിയണ കാണുമ്പോൾ ഞാൻ ഒരു ദിവസമെങ്കിലും മണ്ണിൽ കൈ കുത്താറുണ്ട്. ആ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ വണ്ടിയിൽ കയറിയിരുന്ന് വലിയ പത്രാസ് കാണിച്ച് യൂട്യൂബറാണ്, അത് അടുപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. അല്ലാണ്ട് വെറുതെ എന്തെങ്കിലും തരികട കാണിച്ചുകൊണ്ട് ഇന്നത്തെ കാലത്ത് ജീവിച്ചു പോകാൻ പറ്റില്ല. ഇത് വഴുതനങ്ങയുടെ ആണ്. ഇതും ഹൈബ്രിഡ് തന്നെയാണ്. 2 രൂപയുള്ളൂ. ഇത് വെറുതെ കൊണ്ടെന്ന് വെച്ചാൽ നമ്മളിതിന് വേറെ പ്രത്യേകിച്ച് പരിചരണം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊരു സൈഡിൽ കൂടെ നമ്മൾ ജീവിക്കുന്ന പോലെ ഒരു സൈഡിൽ കൂടെ അവർ വരും. കൂടുതൽ നമ്മൾ നോക്കാൻ നിൽക്കുമ്പോഴാണ് ഒക്കെ പ്രശ്നം. ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കണ്ടല്ലോ അല്ലേ. ഇനി ഇതിലേക്ക് കിടക്കാം. കാരണം വെച്ചാൽ ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. എന്നോടൊക്കെ എക്കണോമിക്സ് മാഷ് പറയാറുണ്ട്, ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോഴേ ഇതാണ് വേറെ മിളക് കേട്ടോ.
കോളേജിൽ പഠിക്കുമ്പോൾ എക്കണോമിക്സ് മാഷ് പറയാറുണ്ട്, ഞങ്ങൾ തന്നെ കുറച്ച് കുട്ടികളൊക്കെ ഓളിയിടുന്ന ടീമുണ്ട് PDC പഠിക്കുമ്പോൾ. അപ്പോൾ എക്കണോമിക്സ് മാഷ് ഞങ്ങളെ വിളിച്ച് പറയും, നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ ഉൽപ്പാദിപ്പിച്ച യന്ത്രത്തിൻ്റെ തകരാറ് കൊണ്ട് വന്നിട്ടില്ലാന്ന് പറയും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടന്നൊരു ഡയലോഗ് അത്. ഉൽപ്പാദിപ്പിച്ച യന്ത്രത്തിൻ്റെ തകരാറ് കൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും? അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്, ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഇത് ക്യാപ്സിക്കത്തിൻ്റെ ഒരു തൈയാണ്. ഇതിപ്പോൾ പൂവിട്ടു കായ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വെള്ളം ഇങ്ങനെ നനഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. മിളക് ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനെ മിളകും തൈ തന്നെയാണ്. അപ്പം നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കിട്ടുന്ന മിളകുകൾ ഏതെങ്കിലും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ട, ഇതാണ് അതിൻ്റെ വിത്തുകളാണിത്. ചെറുതാണ്, വളരെ മൈന്യൂട്ടായിട്ട് വേണത് ചെയ്യാൻ, കൈകാര്യം ചെയ്യാൻ. ഇതുപോലെയുള്ള വിത്തുകൾ വരും. ഇത് മുറിച്ച് കഴിഞ്ഞ് ഇതിനിങ്ങനെ വിത്തുകൾ ഇങ്ങനെ കുറേശ്ശെ നമുക്കിങ്ങനെ മാറ്റിയെടുക്കാവുന്നതാണ്. കുറച്ച് ക്ഷമ നല്ലതാണ് ഇതിന്. എന്തിനും ക്ഷമയാണ് വേണ്ടത്. ക്ഷമയാണ് എൻ്റെ ഗമ എന്ന് പറയാറില്ലേ, അത് ഇതിനാണ് കാര്യം. ഇപ്പം ഗമ കൂടിയിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പം ഞാൻ പറയണതിൻ്റെ 2 വശങ്ങളുണ്ട്. അതിടയ്ക്ക് ചിലപ്പോൾ ഒരു കോമഡിയൊക്കെ ആയിട്ട് എടുത്താൽ മതി. അപ്പം ഇതും ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വിത്തുകൾ ഇങ്ങനെ കിട്ടും. ഇത് വെറുതെ ചെറിയൊരു വെണ്ണൂറിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് വെയിലത്തൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെസ്റ്റ് മിളകും തൈകൾ ഉണ്ടാവും. പലരും എന്നോട് ചോദിക്കാറുണ്ട്, സോളമോ മിളകുണ്ടോ വീട്ടിലും ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മിളകിൻ്റെ വിത്ത് വേണമെങ്കിൽ തരാം. വീട്ടിൽ കൊണ്ടുപോയിട്ട് പാവിയിട്ട് ഉണ്ടാക്കിക്കോളാൻ പറയും. ഇപ്പോൾ ഓരോ ഉണ്ടാക്കാനുള്ള സമയം ഉണ്ടാവില്ല, നീ മിളകായിട്ട് കൊണ്ടുവന്നാൽ മതി എന്ന് പറയും. മിളക് ഇപ്പോൾ ഒരു കിലോ ഇങ്ങനെ ഉണ്ടായി നിൽക്കുമ്പോൾ പൊട്ടിച്ച് കൊണ്ടുപോകാൻ രസമാണ്. മിളക് ഇങ്ങനെ ഉണ്ടായി നിൽക്കുമ്പോൾ നമുക്ക് എവിടെ നിന്നേലും കണ്ടു കഴിഞ്ഞാൽ പൊട്ടിച്ച് കൊണ്ടുപോകാനൊന്നും വല്ല കുഴപ്പമുണ്ടാകും? ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് പൊട്ടിച്ച് കൊണ്ടുപോകാം. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇതിങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം. അപ്പോൾ പരമാവധി വീട്ടിലുണ്ടാക്കാൻ നോക്കുക. അല്ലാണ്ട് ഇപ്പോൾ ഇവരിന്ന് പൊട്ടിച്ചെടുക്കാനും പറിക്കാനും ഒക്കെ ഉണ്ടാകും. ഒന്ന് നമുക്ക് അടിപൊളി മിളക്, അതായത് നല്ല വിഷമില്ലാത്ത മിളക് കഴിക്കാം. ഞാൻ പറഞ്ഞതിൽ വേറെ ഒന്നും നമുക്ക് വിഷമൊന്നുമില്ലല്ലോ. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചതാണ് പലരെ, സോളമ മിളകിൻ്റെ തൈ ഉണ്ടോയെന്ന് ചോദിച്ചു. മിളകിൻ്റെ തൈ തരാം, അല്ല മിളകിൻ്റെ വിത്ത് തരാമെന്ന് പറഞ്ഞു. അല്ല, മിളകായിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഏതാണെങ്കിലും വിളിക്കുക, ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. മിളകിൻ്റെ തൈയും മിളകിൻ്റെ വിത്തടക്കമുള്ളതൊക്കെ ഇതിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന ഒരു കാണുന്നുണ്ടെങ്കിൽ ഒരു രസം, നമ്മളൊക്കെ ജീവിക്കല്ലേ. അപ്പോൾ ഓക്കെ, താങ്ക് യു.